കൊല്ലം ശൂരനാട് കോൺഗ്രസ് പോസ്റ്റിംഗുമായി വന്ന ഒരു CIA മാന് SFI എന്താണെന്ന് ഇന്നൊന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിനമായിരുന്നല്ലോ, പ്രവേശനോത്സവങ്ങൾ നടക്കുന്ന ദിനം. കുരുന്നുകളെ സ്കൂളിലേക്ക് സ്വീകരിക്കുന്ന ദിനത്തിൽ ശൂരനാടുള്ള സ്കൂളിൽ SFIക്കാർ മധുരം കൊടുക്കാനും ഒപ്പം തന്നെ കൊടിതോരണങ്ങൾ കെട്ടി അവരെ സ്വാഗതം ചെയ്യാൻ നിന്നപ്പോൾ കൊടി കെട്ടാൻ പാടില്ല എന്ന് CIA മാന്റെ കൽപ്പന. സ്വാഭാവികം. CIA മാനെ കോൺഗ്രസുകാർ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഇവിടെ കോൺഗ്രസിന്റെ അല്ലാതെ മറ്റൊരു കൊടിയും ഉയരാൻ അനുവദിക്കരുത്. അത് കൃത്യമായി അവിടെ ചെയ്തോളാം. SFI DYFIക്കാരുടെയൊക്കെ കൊടി സ്കൂളിന്റെ അടുത്തോ കോളേജിന്റെ അടുത്തോ ഒക്കെ കാണണമെങ്കിൽ അത് കെട്ടാൻ പാടില്ല എന്ന് പോലീസ് അധികാരം ഉപയോഗിച്ച് അങ്ങ് വിരട്ടണം, അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തണം. പക്ഷേ സാറിന് പിന്നീട് കാര്യം മനസ്സിലായി. ഇത് SFI ആണെന്നും അധികാരമില്ലെങ്കിലും SFIയുടെ ശൗര്യത്തിന് അത് ശൂരനാടാണെങ്കിലും ഒട്ടും വരില്ല. ആ ശൗര്യത്തിന്റെ ഷോക്കൊന്ന് ഏമാൻ ഏറ്റതും ഇന്നിപ്പോ ദൃശ്യത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ദേ കണ്ടേ. ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണം. പിള്ളേര് ചോദിക്കും പോലെ, താ ആരെയാണോ ഈ പേടിപ്പിക്കുന്നത്? ഒരു ജനാധിപത്യ രാജ്യത്ത് വന്നിട്ട് ഇവിടത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി യുവജന സംഘടനയുടെ കൊടിതോരണങ്ങൾ ഒരു സ്കൂളിന്റെ മുന്നിൽ കെട്ടാൻ പാടില്ല അത്രേ. വേണമെങ്കിൽ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെട്ടിക്കോളും. പക്ഷെ കെട്ട ആള് വേണ്ട, ഏമാൻ തന്നെ ഇറങ്ങി നിന്ന് കെട്ടേണ്ടി വരും. അതുകൊണ്ട് അതിന് തയ്യാറായില്ല. എന്നാൽ കെട്ടാൻ വന്ന SFIക്കാരെ കണ്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു അസഹിഷ്ണുത നുരഞ്ഞു പൊന്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷോ കാട്ടിയത്. ആ ഷോ കാണിച്ചെന്ന് കരുതിക്കൊണ്ട് SFIക്കാരുടെ ശൗര്യമൊന്നും ചോർന്നു പോകത്തില്ല. കാക്കിയിട്ടവരെയൊക്കെ ഒരുപാട് പേരെ കണ്ടവരാണ്, അതിനെ നേരിട്ടവരാണ്, പ്രതിരോധിച്ചവരാണ്, അവരോട് പോരാടുന്നവരാണ്. എന്ത് കാര്യത്തിൽ? അനീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സാഹചര്യത്തിൽ. അങ്ങനെ നീതിരഹിതമായിട്ടും കൊടി കെട്ടാൻ പാടില്ല എന്ന് പിള്ളേരോട് കൽപ്പിച്ചാൽ അവരങ്ങ് പോകുമെന്ന് കരുതിയോ? അവരവിടെ നിറച്ച് കൊടി കെട്ടിയിട്ടേ പോയുള്ളൂ. അതാണ് SFI. ഏമാൻ ഈ കാട്ടിയ ഷോ കണ്ടിട്ട് അങ്ങ് വിരണ്ടു പോകും. പണ്ടത്തെ കണ്ടൻ പോലീസ് സ്റ്റൈലിലൊക്കെ വിരട്ടാമെന്ന് കരുതിയാൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിലപ്പോകില്ല എന്നതിന്റെ തെളിവാണ് അവിടെ കണ്ടത്. അവിടെ അവരെന്ത് പ്രവർത്തിക്കാണോ വന്നത് അത് ചെയ്തു, കുട്ടികളെ സ്വീകരിച്ചു, മടങ്ങിപ്പോയി. അത് മിണ്ടാതെ നിൽക്കുന്നതിന് പകരം ഈ ഷോ കാണിച്ചത് കൊണ്ട് എന്തുണ്ടായി? 10 പേര് കൂടി അറിഞ്ഞു ഏമാൻ നല്ല 916 കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹത്തിന് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട കൊടിതോരണങ്ങളോ അല്ലെങ്കിൽ അവരെ കണ്ടാലോ ഒരു ഹാലിളക്കം ഉണ്ടാകുമെന്ന് ആ ദൃശ്യത്തിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. ഇതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് സമൂഹത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനേ ഉതകത്തുള്ളൂ എന്ന് യൂണിഫോം ഇട്ട ഏമാന്മാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അത് അവർ ചെയ്യാൻ വന്നു. അവർ അവരുടെ ജോലി ചെയ്യുക, ഏമാന്റെ ജോലി ചെയ്യുക. ഏമാൻ കൽപ്പിക്കുന്നതേ നടക്കൂ എന്ന് പറഞ്ഞാൽ പഴയ രാജഭരണ കാലമല്ല എന്ന് പിള്ളേർ അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കൊടുത്തു. ആര് നാറി? അത് ദൃശ്യം കണ്ടവർക്ക് തന്നെ ബോധ്യപ്പെട്ടില്ലേ?